കുടുംബം. അള്ളാഹുവിന്റെ മനസ്സമാധാനം കൊടുക്കട്ടെ. പക്ഷേ ഈ ഇത്തരം ചിന്തകൾ പല ആളുകളും കുടുംബമോ ഭർത്താവോ ഇല്ലാതെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സൗഭാഗ്യമില്ലാതെ ആ സൗഭാഗ്യത്തെ ഊതിക്കെടുത്തിയ ചില പെണ്ണുങ്ങളുണ്ടാവും. അവർക്ക് കുറച്ച് ആളുകളെ കൂടെ കൂട്ടേണ്ടി വരും. അപ്പൊ ബാക്കിയുള്ളവരെയും കൂടെ ഫിത്നയാക്കും. നീ എന്തിനാ ആളുടെ കീഴിൽ നിൽക്കുന്നത്? നിനക്ക് സ്വാതന്ത്ര്യമില്ലേ? നിനക്ക് ഇറങ്ങി നടന്നൂടെ? നീ എന്തിനാ പോകുന്നതൊക്കെ പിന്നെ ഭർത്താവിനോട് പറയാൻ നിൽക്കുന്നത്? നിനക്ക് അങ്ങ് ഇറങ്ങിപ്പോയിക്കൂടെ? നീ ഒരു പെണ്ണല്ലേ? നിനക്കൊരു ജീവിതമില്ലേ? ഒക്കെ ശരിയാണ്. അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ? അതിന് അള്ളാഹുവിന്റെ ചില ലക്ഷ്യങ്ങളും ചില ഡിസിപ്ലിനുകളും പാലിച്ചേ പറ്റും. അല്ലേ എന്തോ വായിക്കോ? ആർക്കാ പ്രശ്നം? ഓരോരുത്തർക്കും ഖുർആൻ പറയാ, വേണ്ടവര് ഈമാൻ കൊണ്ടാ മതി, വേണ്ടവര് പൊയ്ക്കോ, വേണ്ടവര് നിന്നാ മതി, വേണ്ടാത്തവര് പൊയ്ക്കോ. അല്ലാഹു പറയാൻ എന്തേ? അതിന്റെ പരിണിത ഫലം എന്താണോ, കോൺസിക്വൻസ് എന്താണോ, അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എക്സാം നടക്കുക, ഉസ്താദ് പറഞ്ഞു വേണ്ടവര് പഠിച്ചാൽ മതി, അല്ലാത്തവര് പഠിക്കണ്ട. പഠിക്കുന്നവൻ ജയിക്കും, അല്ലാത്തവൻ പരാജയപ്പെടും. അത്ര തന്നെ ഉള്ളൂ. പറയുമ്പോ അങ്ങനെ പറയാ, വേണ്ടവൻ പഠിച്ചാൽ മതി, അല്ലാത്തവൻ പഠിക്കണ്ട. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. നിങ്ങൾക്ക് വേണ്ടവൻ വിശ്വസിച്ചാൽ മതി, അല്ലാത്തവരെ വിശ്വസിച്ചവരുടെ കുഴപ്പമില്ല, എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. അല്ലാഹു തആല പറയാം, നിങ്ങൾക്കാണ് അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഇസ്ലാമികമായി ചിന്തിക്കുന്നിടത്ത് ആണിനും പെണ്ണിനും ചില ധർമ്മങ്ങൾ നമ്മുടെ പെൺകുട്ടികളോ ആൺകുട്ടികളോ മനസ്സിലാക്കണം. പെൺകുട്ടികൾ ഇപ്പൊ പറയുന്നതാ, ഞാനൊരു ജോലി കഴിഞ്ഞ്, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെ ചിന്തയുണ്ട്. പെൺകുട്ടികൾ പറയാം, കല്യാണം ഇപ്പൊ വേണ്ട, എപ്പോ മതി, എനിക്കൊരു ജോലി കിട്ടി, ഫൈനാൻഷ്യലി ഞാനൊന്ന് സൗണ്ടായി, എനിക്ക് എന്റെ കാലിൽ നിൽക്കേണ്ടി വന്നൊരു കാലം എത്തുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞേക്കാം. ആ പറഞ്ഞതിന്റെ ആശയം എന്താണെന്നറിയോ? ഒരു പെണ്ണിനെ ഇസ്ലാം ആദരിച്ചു ബഹുമാനിച്ചു എന്ന് മനസ്സിലാക്കാൻ ഇത്ര മതി. എങ്ങനെ? ആ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതോടുകൂടെ അവളുടെ ചെലവ് മുഴുവൻ ഭർത്താവാണ് വഹിക്കേണ്ടത് എന്ന് ഇസ്ലാം പറഞ്ഞാൽ ആ പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവല്ലേ അത്? നിങ്ങൾ ജോലിക്ക് പോവാണ്, അപ്പൊ ജോലിക്ക് ചെന്നപ്പോ കഫീല് പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണ ചെലവും അക്കോമഡേഷനും നിങ്ങൾക്ക് സാലറിയും, അതും പിന്നെ ടൈമൊന്നുമില്ല, നിങ്ങൾ സൗകര്യം പോണ വന്നാ മതി, കൃത്യമായ വേതനവും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ കമ്പനി തരൂ കേട്ടോ എന്ന് പറഞ്ഞ, ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ കണ്ടെത്തട്ടെ. കഫീലിന്റെ ജോലി പോയാൽ, അല്ലെ കഫീല് മരിച്ചുപോയാൽ എനിക്ക് ജീവിക്കണ്ടേ? അപ്പൊ ഞാൻ ഒരു സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് നീ നിൽക്കുന്നുള്ളൂ, എനിക്കിത് വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ എന്താ നിങ്ങൾ ഇതിനെ പറ്റി പറയാ? ഭർത്താവ് അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പെണ്ണിനോട് അവൾക്ക് ക്വാളിഫിക്കേഷൻ വേണം, ശരിയാ, പഠിക്കണ്ട എന്നല്ല, പഠിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും വലിയ പഠനം നടത്തിയ മഹദിയാണ്. ബീവി അന്ന് മെഡിസിൻ പഠിച്ചു. ഞാൻ പറയാ, അന്നൊക്കെ MBBS ഉണ്ടെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ അറിയപ്പെടുക. അന്ന് ആ കോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബീവി തബീബത്താണ്. കാനത്ത് ബാരിഅതൻ ഫി തിബ്ബ്. മഹദി റളിയല്ലാഹു അൻഹ വൈദ്യശാസ്ത്രത്തിൽ മികവ് കാണിച്ച മഹദിയാണ്. എപ്പോഴതൊക്കെ പഠിച്ചെന്നറിയോ? കല്യാണം കഴിച്ചതിന് ശേഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം ചെയ്തതിന് ശേഷം മഹദി റളിയല്ലാഹു അൻഹു ഇതൊക്കെ പഠിച്ചുണ്ടാക്കിയതാണ്. കല്യാണത്തിന് മുമ്പല്ല, സമയം കിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ മഹദി റളിയല്ലാഹു അൻഹു പഠിച്ചു. ഡിപ്പെൻഡന്റ് ആവുക എന്ന് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നിടത്താണ് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വരും. എന്റെ കാര്യം എന്റെ ഭർത്താവിനെ അള്ളാഹു ഏൽപ്പിച്ചു, അതിന് യോഗ്യതയുള്ള ഒരാളാണ് എന്നെ കല്യാണം കഴിക്കുന്നത്, മാഷാ അല്ലാഹ്, അത് ഒരു പ്രിൻസസിനെ പോലെ ജീവിച്ചൂടെ? നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പിന്നെ പെണ്ണ്, എനിക്കൊരു ജോലിക്കൊക്കെ പോകണം, കുട്ടികളൊക്കെ വലുതായില്ലേ, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഓക്കെ, അതിനെ പറ്റിയ ഒരു സാഹചര്യം, ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ. അത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഒരു ഭർത്താവും എടീ നീ പണിക്ക് പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്നുള്ള കുട്ടികളെ നോക്കിക്കോളാം എന്ന് പറയൽ ഹറാമാണ്, എന്ന് പറയാൻ പാടില്ലെന്നോ, അത് ഹറാമാണ്. എന്തുകൊണ്ട്? ഇവൻ അധ്വാനിക്കണം, ജോലി ചെയ്യണം, പുരുഷൻ അധ്വാനിക്കണം, ജോലി ചെയ്യണം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത് അവൾക്കൊരു ഓപ്ഷനാണ്. ഭർത്താവിനെ കൊണ്ട് കഴിയില്ലെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ അവൾക്ക് ത്വലാഖ് സ്വീകരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് മറ്റൊരു വഴി സ്വീകരിക്കാം. പക്ഷേ തന്റെ ഭർത്താവിന് ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നു, അതൊരു അടിമത്വമാണ് എന്നൊക്കെ അതിനെ സംബന്ധിച്ച് ചെറുതായി കാണിക്കുന്നത് കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മഹർ കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ മതമല്ലേ ഇസ്ലാം. അല്ലാഹു തആല ഇത് പറയുമ്പോഴേ, ഒരു പെണ്ണിന് അവൾക്ക് അവകാശപ്പെട്ടതാണ് മഹർ, അത് അവളുടേതാണ്, അത് എത്ര വേണമെങ്കിലും അവൾക്ക് ആവശ്യപ്പെടാൻ അധികാരമുണ്ട്. ഒരു പെണ്ണ് പറയാൻ, എനിക്ക് 50 പവൻ മഹർ എന്നാലേ ഞാൻ നിങ്ങളെ സ്വീകരിക്കുള്ളൂ. നമുക്ക് നമ്മുടെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു ഇസ്സത്ത് നൽകപ്പെടാത്തത് കൊണ്ട് അവരത് ചോദിക്കാൻ മടിക്കുന്നത്.
ഗൾഫ് നാട്ടിലൊക്കെ അങ്ങനെയല്ലേ, അവർ ചോദിക്കുക 1 മില്യൺ വേണം, അല്ലെങ്കിൽ റോൾസ് റോയ്സ് കാറ് വേണം, അല്ലെങ്കിൽ അവിടെ അപ്പാർട്ട്മെന്റ് വേണം. ഇത് ചോദിക്കുമ്പോൾ അത് ഉള്ളവൻ കൊടുത്ത് സ്വീകരിക്കും, ഇല്ലാത്തവൻ വേറെ എന്തെങ്കിലും നോക്കും. പക്ഷേ പെണ്ണിനത് അവകാശമുണ്ടെന്നാണ്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു ഖൈറുൻ നിസാഇ, പെണ്ണുങ്ങളിൽ ഏറ്റവും ഖൈറായവർ അഖല്ലുഹുന്ന മുഹൂറാ, മഹർ കുറച്ച് പറയുന്ന പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്യാനുള്ള അവകാശം പെണ്ണുങ്ങൾക്കുണ്ടെന്നാണ്. എന്നാലും കുറഞ്ഞ മഹർ കൊണ്ട് തൃപ്തിപ്പെടുന്ന പെണ്ണുങ്ങളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ അടുത്ത പെണ്ണുങ്ങളൊക്കെ അല്ലേ. പെണ്ണുങ്ങൾ പറയും മൂലദൈവ അതൊക്കെ കേൾക്കേണ്ടതിന്റെ കല്യാണം നടക്കുന്ന കാലത്തായിരുന്നു, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്, അന്നങ്ങനെ തല കാണിച്ചു കൊടുത്ത് പോകുന്നതല്ലേ എന്നൊന്നും സങ്കടപ്പെടേണ്ട. അള്ളാഹു നിങ്ങൾക്ക് ജീവിതത്തിൽ കണക്കാക്കി ഇണയെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച ഇണയെ അള്ളാഹു നിങ്ങൾക്ക് തന്നു. അവരിൽ ഡിഫക്റ്റുകൾ ഉള്ളവരുണ്ടായിരിക്കാം, പരസ്പരം മനസ്സുകൊണ്ട് ഇണങ്ങാൻ പ്രയാസമുള്ളവരുണ്ടായിരിക്കാം.